വിശുദ്ധ പുരുഷന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമത്തിലെ 46-ാമത്തേതും അവസാനത്തേതുമായ പുസ്തകമാണ്. 4 അധ്യായങ്ങളിലായി വിവരിക്കുന്ന മലാക്കി പ്രവാചകന്റെ പുസ്തകം. മലാക്കി എന്ന പേരിന് എന്റെ ദൂതൻ എന്നാണ് അർത്ഥം. ഈ പ്രവചനങ്ങൾ ക്രിസ്തുവിന് മുമ്പ് 5-ാം നൂറ്റാണ്ടിലേതാണ്. ദേവാലയ പുനർനിർമ്മാണത്തിനു ശേഷവും വരൾച്ചയ്ക്കും വിളനാശത്തിനും തുടരെ ഇരയായിക്കൊണ്ടിരുന്ന ജനം ദൈവവിശ്വാസത്തിന്റെയും ദൈവസേവനത്തിന്റെയും പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. മലാക്കി ജനങ്ങളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കുന്നു. ശുദ്ധമായ ആരാധന, സാമൂഹ്യനീതി, വിശ്വാസ്യത, ദൈവത്തിന്റെ നിയമത്തിലെ വിശ്വസ്തത എന്നിവയാണ് മുഖ്യ സന്ദേശങ്ങൾ. ഭാവിയിൽ യഹോവയുടെ ദിവസം വരും. വിശ്വസ്തർക്ക് രക്ഷയും ദുഷ്ടർക്ക് വിധിയും ഉണ്ടാകുമെന്ന് ഈ പുസ്തകത്തിലൂടെ ഉറപ്പു നൽകുന്നു. അശുദ്ധമായ ആരാധനയ്ക്കെതിരായ വിമർശനം ഇവിടെ കാണാം. പുരോഹിതന്മാർ അശുദ്ധമായ യാഗങ്ങൾ അർപ്പിച്ചു. ദൈവം യഥാർത്ഥ ബഹുമാനവും ഭക്തിയും ആവശ്യപ്പെടുന്നു. ജനങ്ങൾ അന്യായം ചെയ്യുകയും വിവാഹബന്ധത്തിൽ വിശ്വാസദ്രോഹം കാണിക്കുകയും ചെയ്തു. ദൈവം നീതിയും വിശ്വാസ്യതയും ആവശ്യപ്പെടുന്നു. ദുഷ്ടർക്ക് വിധിയും വിശ്വസ്തർക്ക് അനുഗ്രഹവും വാഗ്ദാനം ചെയ്യുന്ന യഹോവയുടെ ദിവസം വരാം എന്നിവിടെ വ്യക്തമാക്കുന്നു. ഏലിയാവിന്റെ വരവ് ഭാവിയിലെ ആത്മീയ നവീകരണത്തിന്റെ അടയാളമായി പ്രഖ്യാപിക്കുന്നു. 1-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സ്നേഹം, അശുദ്ധ യാഗങ്ങൾക്കെതിരായ വിമർശനം എന്നിവ വിവരിക്കുന്നു. 2-ാം അധ്യായത്തിൽ പുരോഹിതന്മാരുടെ ഉത്തരവാദിത്വം, വിവാഹത്തിൽ വിശ്വാസ്യത എന്നിവയാണ് പ്രതിപാദിക്കുന്നത്. 3-ാം അധ്യായത്തിൽ ജനങ്ങളുടെ അനുസരണക്കേട്, ദശാംശം, ദൈവത്തിന്റെ അനുഗ്രഹ വാഗ്ദാനം എന്നിവയാണ് പ്രധാന സന്ദേശങ്ങൾ. 4-ാം അധ്യായത്തിൽ യഹോവയുടെ ദിവസം, ഏലിയാവിന്റെ വരവ്, വിശ്വസ്തർക്കുള്ള പ്രത്യാശ എന്നിവ സംഗ്രഹിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ ആനന്ദശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.